പ്രോത്സാഹനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്ന പദ്ധതിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടെന്ന് നിയമസഭയിൽ മറുപടി പറയിപ്പിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം DFO ഓഫീസിലേക്ക് സംഘടിപ്പിച്ച ആനസമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി പഞ്ച് കുഴിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വേണ്ടി വന്നാലും അത് പദ്ധതിയായി മാറ്റിവെച്ച് ചെയ്യാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഭരണം തീരുമാനമെടുക്കുകയും അതിനുള്ള അനുമതിക്കായി സർക്കാരിനോട് ചോദിച്ചപ്പോ രാഷ്ട്രീയ ഇടപെടലിലൂടെ അത് നിഷേധിച്ച ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആനയുടെ ചലിക്കുന്ന രൂപവും വഹിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനം DFO ഓഫീസിനു മുൻപിൽ പോലീസ് തടഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ജനങ്ങളുടെ ജീവൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബാബു എലിയാസ്, KP ബാബുവും ശ്രീ PP ഉടുപ്പാലും പ്രിയങ്കരനായ അബൂമൈദീൻ തുടങ്ങി. വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകാത്ത LDF സർക്കാരിന് എതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോ ട്രെഞ്ച് കുഴിക്കുന്നതിനോ അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് സമര നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനയ്ക്കൽ, ബാബു ഏലിയാസ് എന്നിവർ നേതൃത്വം നൽകി. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.